അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുന്നു. മുസ്ലിമിൻ്റെ വ്യക്തിത്വം, ആ വിഷയമാണ് നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് എന്നിവിടെ നിങ്ങൾ കേൾക്കണ്ടായി. ആരാണ് മുസ്ലിം? ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം? അതാണ് ഇതിലെ പ്രധാന വിഷയം. അതായത് ലോകത്ത് ഓരോ മതത്തിനും ഓരോ വിഭാഗത്തിനും അവർക്ക് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാകുകയും ചെയ്യുന്ന മൂല്യങ്ങളും അടിത്തറകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം, ആ മുസ്ലിമിൻ്റെ വ്യക്തിത്വം, അവൻ്റെ ജീവിതം അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. കുഴപ്പങ്ങളും ഫിത്നകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. രാപ്പകൽ വികാരങ്ങൾ പടച്ച് വിടുന്ന ചാനലുകളും നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും ഹൃദയങ്ങളിൽ സംശയം വിതറുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകളും അതുവഴി തിന്മയുടെയും നാശത്തിൻ്റെയും വഴികൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ പലരും ശരീരം കൊണ്ട് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടൊക്കെ പാശ്ചാത്യ രീതികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാശ്ചാത്യരെന്താണ് ചെയ്യണത്? അതാണ് അവരുടെ മാർഗരേഖയായിട്ട് ഇന്ന് മുസ്ലിം സമൂഹം സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം വ്യക്തിത്വം പാശ്ചാത്യ ജനതയുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ് എന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അള്ളാഹുമായുള്ള ബന്ധത്തിൽ നിന്നും മുസ്ലിങ്ങൾ എത്രത്തോളം അകലുകയാണ് എന്നാണ് നമുക്കന്ന് മനസ്സിലാകുന്നത്. ഒരു മുസ്ലിം പേരിൽ ഇസ്ലാം ഉണ്ടാവും എന്നതല്ലാതെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം കാണുന്നില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടാനുള്ള മാർഗം അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ദുനിയാവിൽ വിജയിക്കുക, ആഖിറത്തിൽ എങ്ങനെ വിജയിക്കും എന്ന് കൃത്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാലം ചെല്ലുന്തോറും ആചാരങ്ങളും ആഘോഷങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആമുഖം ഈ വിഷയത്തിൽ കിടക്കുന്ന നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കാം. ലോകത്ത് ആളുകളുടെ ഇഷ്ടം ലഭിക്കാൻ എന്ത് വേഷവും അണിയാൻ മടിയില്ലാതിരിക്കുകയാണെന്ന് ജനങ്ങൾക്ക്. യഥാർത്ഥത്തിൽ അവയിലൊക്കെ മുസ്ലിം സമുദായം കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈമാനുള്ള ഒരു വിശ്വാസിക്ക് വല്ലാത്ത പ്രയാസമാണ്. മുസ്ലിങ്ങളാണല്ലോ ഇത് ചെയ്യുന്നത് എന്ന്. നമ്മളിവിടെ ഏത് വാർത്താമാധ്യമങ്ങൾ എടുത്താലും ഏതൊരു കാര്യം കാണുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു മുസ്ലിം പേരെങ്കിലും ഇല്ലാതെ ഉണ്ടാവില്ല. ഒരു കള്ളക്കടത്തായാലും ഒരു കൊലയായാലും വ്യഭിചാരമായാലും എന്ത് തോന്നിയാസാണെങ്കിലും അതിലൊക്കെ മുസ്ലിങ്ങളുടെ പേരുകൾ ഉണ്ടാകുന്നു. കാരണം എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഒരു സമൂഹം നമ്മെ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കൊരു വിലയും ഇല്ലാത്ത, ഒന്നിനും പറ്റാത്ത, ഒന്നിനും കൊള്ളാത്തൊരു സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം വ്യക്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം എന്നാണ്. ഒന്നാമത്തത്, മുസ്ലിം തൻ്റെ വിശ്വാസം ശരിയാവണം.
ഈമാന് ശരിയാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം ക്ലിയർ ആയാലേ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ആവുള്ളൂ. കാരണം ആ വിശ്വാസത്തിലാണ് മറ്റത്. അതനുസരിച്ച് രണ്ടാമത്തത് എന്താണ്, അതനുസരിച്ച് കൊണ്ടുള്ള ജീവിതം ക്രമപ്പെടുത്തുക, ഒരു ജീവിത ചിട്ടയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുഫിയാൻ ബിൻ അബ്ദുല്ല അസ്സഖഫി എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയുകയാണ്, പ്രവാചകനെ വിളിച്ചിട്ട്, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, അള്ളാഹിൻ്റെ പ്രവാചകരെ എനിക്ക് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, അങ്ങേക്ക് ശേഷം താങ്കളല്ലാതെ വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. ആ കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാമിലൊരു കാര്യം പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നമ്മളോടുള്ളതാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക, എന്നിട്ട് പിന്നെ നീ നേരെ ചൊവ്വയായിട്ട് ആ വിശ്വാസത്തിന് അധിഷ്ഠായിട്ട് ജീവിക്കുക. അതാണ് സുമ്മസ്തഖിം. ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാ, എന്നിട്ട് ഫസ്തഖിം, പിന്നീട് നീ അതിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ നാളെ പരലോകത്ത് ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഈ ദുനിയാവിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ത്, ഖബറിൽ എന്ത് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ ആ ചോദ്യത്തിൻ്റെ ആൻസറും നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ടാവും. പരലോകത്ത് എത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്ന, മൻ റബ്ബുക്ക്. അപ്പം നമ്മൾ പറയും റബ്ബി അല്ലാഹ്. വിശ്വാസിയാണെങ്കിൽ മുഅ്മിനാണെങ്കിൽ അവൻ പറയും റബ്ബി അല്ലാഹ്. പിന്നെ അല്ലാഹ് ചോദിക്കുന്ന, എങ്ങനെയാണ് നീ റബ്ബ് അല്ലാഹ്ണെന്ന് മനസ്സിലായത്? കൈഫ അറഫ്ത്, എങ്ങനെ അറിഞ്ഞു? പറഞ്ഞു, ആമൻതു ഖറഅതു കിതാബല്ലാഹ് വ ആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹിൻ്റെ ഗ്രന്ഥം വായിച്ചു, ഞാൻ അതിൽ വിശ്വസിച്ചു, ഞാൻ അതിൽ അംഗീകരിച്ച് ജീവിച്ചു, വിശ്വസിച്ചു. ഈ 3 കാര്യങ്ങളാണ്. ഇനി ഇന്നത്തെ മുസ്ലിം ലോകത്തുള്ള ആളുകൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നെങ്കിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചോ, അവൻ ജീവിക്കേണ്ട മാർഗരേഖ പഠിച്ചിട്ടുണ്ടോ, അതേപോലെ അതിൽ വിശ്വസിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈമാനോട് കൂടി ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ആ വിശ്വാസത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, അംഗീകരിച്ച് അവൻ ജീവിതം ചിട്ടപ്പെടുത്തണം, ജീവിതം ക്രമപ്പെടുത്തണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവന് യഥാർത്ഥ മുസ്ലിമാകുള്ളൂ. ഹദീസിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും ആരാണ് മുസ്ലിം, ആരാണ് മുഅ്മിൻ എന്ന്. ഈ ഹദീസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തട്ടിച്ചു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ഈ മുസ്ലിമാണോ ഞാൻ, ഈ മുഅ്മിനാണോ ഞാൻ? മുസ്ലിം മുഅ്മിൻ എന്ന് പറയുമ്പോഴെന്താണ്, അവൻ്റെ ശരീരം കൊണ്ടും നാവ് കൊണ്ടും അവയവങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും അവൻ എന്താണ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാവണം, പടച്ച റബ്ബിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാകണം. അപ്പോഴേ മുസ്ലിമാകുള്ളൂ. എന്തും പറയുക, എന്തും ചെയ്യുക എന്നുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അവന് സാധാരണ എന്ന് പറയലുണ്ടല്ലോ, ഞാൻ സ്വതന്ത്രനാണ്, എനിക്കെന്തും പറയാം, എന്നെ ഭരിക്കാൻ ആരും വരണ്ട. അങ്ങനെയല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അവനെന്ത് പറയണം, അവനെന്ത് പറഞ്ഞുകൂടാ, അവനെന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച രീതിയിലേ പറ്റൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരാളുടെ ഹൃദയം നേരാകാതെ ഒരാളുടെ എന്ത് ചെയ്യൂല, ഈമാന് ശരിയാവില്ല. നമ്മളെ ഹൃദയം, മനസ്സ് നന്നായാലേ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈമാൻ നന്നാകുള്ളൂ. അപ്പം മനസ്സ് നന്നായാൽ ആ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന, അതിൽ നിന്നുണ്ടാകുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ആ ഈമാനിൻ്റെ അതിനനുസരിച്ചാണ് ഉണ്ടാകുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത്, ഈമാൻ ഉണ്ടെങ്കിൽ അതാണ് ഇസ്തിഖാമത്തുൽ ഖൽബ്. ഹൃദയം എന്ത് ചെയ്യണം, ശരിക്കും ചൊവ്വ നിൽക്കണം, ഹൃദയം നന്നാവണം. അതിന് പണ്ഡിതന്മാർ നൽകിയ എന്താണ്, യകൂന മുംതലിഅൻ ബിമഅരിഫത്തില്ലാഹി വമഹബ്ബത്തിഹി. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം നിറയണം എന്നാണ്. പടച്ചവനെ കുറിച്ചുള്ള അറിവ്, അതാണ് ഒന്നാമത് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് ഇസ്തിഖാമത്ത് ഉണ്ടാണെങ്കിൽ. അതാണ് പടച്ചവനെ കുറിച്ച്, ആരാണ് റബ്ബ്, എന്താണ് റബ്ബിൻ്റെ പ്രത്യേകത, ആ റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന വിശ്വാസം എന്താണ്, അതാണ് അതിലേറ്റവും പ്രധാനം.
അതേപോലെ ആ റബ്ബിനോട് നമുക്ക് പേടി മാത്രമല്ല, സാധാരണ എല്ലാവരും റബ്ബിന് അള്ളാഹിനെ പേടിയാണ്, അള്ളാഹിനെ പേടിക്കുക എന്ന് പറയാം. അള്ളാഹിനെ പേടിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവണം, അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാകണം. ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? റബ്ബിനെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് സ്നേഹിക്കേണ്ടത് റബ്ബിനെയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യണം? കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ആ റബ്ബിനെ കണ്ടുമുട്ടണം. നമ്മൾ എന്തെങ്കിലും കൊതിച്ചിട്ടുണ്ടോ? റബ്ബിനെ കാണണം, പടച്ച റബ്ബിനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അതാണ്, പടച്ച റബ്ബിനെ കാണണം ആഗ്രഹിക്കും. അതേപോലെ തന്നെ പിന്നെ പറഞ്ഞു മഹബ്ബത്ത് താഅത്തിഹി വ കറാഹത്തി മഅസിയത്തിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനോടുള്ള സ്നേഹം, അവനെ ധിക്കരിക്കുന്നതിലുള്ള വെറുപ്പ്. റബ്ബിന് നല്ല ചെയ്യുമ്പോൾ, പടച്ചവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഇപ്പം നിസ്കരിക്കുമ്പോൾ മനസ്സ് തൃപ്തിപ്പെട്ട് നിസ്കരിക്കുക, ഒരു കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക, പടച്ച റബ്ബിന് വേണ്ടി. റബ്ബ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ സമ്മാനം വാങ്ങി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുക്കുക. കാരണം എന്താ? കുട്ടികളോടുള്ള സ്നേഹമാണ്. വീട്ടിലും അങ്ങനെ തന്നെ. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക, അതാണ് മഹബ്ബത്തു താഅത്തിഹി. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനോട് നമുക്ക് വെറുപ്പുണ്ടാവണം. ഒരു മുഅ്മിനിൻ്റെ, ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി അത്. അവൻ എന്ത് ചെയ്യാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വ അദ്മത്തിഹി വ ഹശിയത്തിഹി വ മഹാബത്തിഹി എന്നാണ്. അള്ളാഹിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, അവനുള്ള ഭയം, അതൊക്കെ നമുക്കുണ്ടാവണം. വ റജായിഹി, അവൻ്റെ പ്രതിഫലത്തിൽ അവനെ പ്രത്യാശ, അള്ളാഹുവിലൊരു പ്രതീക്ഷ, അത് നമുക്കുണ്ടാവണം. പടച്ച റബ്ബ് അവൻ കാരുണ്യവാനാണ്, അവൻ എന്നോട് സ്നേഹമുള്ളവനാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? നമ്മൾ ഓരോരുത്തരെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? നമ്മൾ പറയും നമ്മൾ ഉമ്മയാണ്, ഉപ്പയാണ്, ഇവരൊക്കെ. പക്ഷേ അതൊന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റബ്ബാണ്, നമ്മളെ റബ്ബാണ്, നമ്മളെ പടച്ച അള്ളയാണ്. അള്ളാഹ്ക്കാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. ആ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കും വേണം. അത് നമ്മൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. നാവ് നേരെയാവണം. നമ്മളെ ശരീരത്തിൽ നമ്മളെ മുഴുവൻ നിയന്ത്രിക്കണം നമ്മളെ നാവാണ്. എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്, നമ്മൾ നാവിനനുസരിച്ചാണ് മറ്റൊക്കെ ഉണ്ടാകുക. നാവും ഹൃദയവും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്, മനസ്സിലുള്ള നമ്മുടെ ആശയങ്ങളൊക്കെ പുറത്തു പറയില്ല നമ്മളെ നാവ് കൊണ്ടാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്ത് പോകാൻ എന്ത് ചെയ്താൽ നാവിനെ സൂക്ഷിക്കുക, നരകത്ത് കടക്കാതിരിക്കാൻ നാവിനെ സൂക്ഷിക്കുക. കുഫാൻ ഇത് എന്ത് ചെയ്യാണ്? നീ തടുക്കുക, പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞ നാവിനെ. അത് മുഖേന നമുക്ക് എന്ത് ചെയ്യും? സ്വർഗത്ത് പോകാൻ ചെയ്യും. അപ്പോൾ ഒഴുക്കിനൊപ്പം നീന്തുക എന്നുള്ള ഒരു സമ്പ്രദായമല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഏത് മേഖലകളിലും അവർക്ക് എന്തുണ്ട്? ഓരോന്നിനും പരലോകത്തെക്കുറിച്ചുള്ള ഒരു ഭയവും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയും, റബ്ബ് ഇത് കാണുന്നുണ്ട്, റബ്ബാണ് എല്ലാം ഉള്ളത് എന്നുള്ളത്. ഇന്ന് ലോകത്ത് പുണ്യങ്ങൾ ചെയ്യുന്നതിൽ ആളുകൾ കുറവൊന്നുമില്ല, പക്ഷേ ഇഖ്ലാസ് ഇല്ല എന്നുണ്ട്. ചെയ്യണതിലെ ആളുകൾ കുറവ്. പള്ളിയിൽ നിസ്കാരത്തിന് എത്ര പള്ളികളുണ്ട്? പഴയ കാലത്തെ പോലെയല്ല, പള്ളികളിലൊക്കെ ആളുണ്ട്, നിസ്കരിക്കാൻ ആളുകളുണ്ട്. അതേപോലെ എന്തുണ്ട്? ലോകത്ത് ഒരക്രമം നടക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിങ്ങളുണ്ട്. ഒരു ബലാത്സംഗം നടക്കുകയാണെങ്കിൽ, മയക്കുമരുന്നാണ്, കള്ളക്കടത്ത്, എന്തിലും മുസ്ലിങ്ങളുണ്ട്. അവരൊക്കെ പള്ളിയിലുണ്ടാവും, പള്ളിയിലും മുന്നിലുണ്ടാവും, അതോടൊപ്പം ഇതുണ്ടാവും. അതുകൊണ്ടാണ് സുബൈർ ബിൻ അദി റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ അത്തൈന അനസ് ബിൻ മാലിക്, ഞങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. എന്താണ് അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ നമുക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത സമൂഹമായി ഇന്ന് മാറി. മുസ്ലിം സമൂഹത്തിൽ ഒരു വിലയില്ല, ഒരു നിലയില്ലാത്ത അവസ്ഥയായി മാറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ പറയണ എന്താ? സുബൈർ ബിൻ അദി പറയണ അത്തൈന അനസ് ബിൻ മാലിക് കൊണ്ട് പറഞ്ഞു, പ്രവാചകന് ശേഷം ദീർഘകാലം ജീവിച്ചൊരു സഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ആ സഹാബി ഹിജ്റയ്ക്ക് ശേഷം ശരിക്കും 90ഓളം വർഷം ജീവിച്ചിട്ടുണ്ട് എന്ന്. അത്രയും കാലം ദീർഘിച്ച അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഫശഖൗന ഇലൈഹി മാ നൽഖാ മിനൽ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ ആ ഭരണാധികാരിയുടെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക്
ഉണ്ടാകുന്ന ഫിത്നകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഞങ്ങൾ എന്ത് ചെയ്തു, പരാതി പറഞ്ഞു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് നിങ്ങൾ ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. ഏതൊരു കാലം കഴിഞ്ഞിട്ട് അതിനടുത്ത് വരുന്ന കാലം അതിനേക്കാൾ മോശമായിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്കുള്ളതിനേക്കാളും മോശമായിരിക്കും അടുത്ത വർഷം. നമ്മളിപ്പോൾ ഇന്ന് 2026-ലാണ്. അടുത്ത വർഷം ഇതിലും മോശമായിരിക്കും അവസ്ഥ ഉണ്ടാകുക, പിന്നെയും മോശമാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. അപ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. വരുന്ന സമയം പോകുന്തോറും, കാലം കഴിയുന്നോറും നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ പോലെയല്ല നാളെ ഉണ്ടാകുക. കൂടുതൽ ഫിത്നകളും പ്രശ്നങ്ങളും കൂടുതൽ ഉണ്ടാകുക. ആളുകൾ കൂടുതൽ അഭിവൃദ്ധിയും സാമ്പത്തികമായിട്ടും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ആഡംബര ജീവിതം ഉണ്ട്. ഇന്ന് ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പഴയ പോലെ ഇല്ലല്ലോ, ഭക്ഷണം പോലും വന്ന് കഴിക്കാനുണ്ടായിരുന്നില്ല ശരിക്ക്. ഇന്ന് അതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് എന്തുണ്ട്, അതോടൊപ്പം ഫിത്നകളും ജനങ്ങൾ എന്ത് ചെയ്യണം, നരകത്തിലേക്ക് പോകാനുള്ള വഴികൾ ഏറ്റവും കൂടുതലുണ്ട്. അതെന്നാണ് കാരണം, അങ്ങനെയാണ് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ശരീരത്തിൻ്റെ സുഖങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവൻ്റെ മനസ്സിനെ നന്നാക്കാൻ നമ്മൾ മറന്നു പോകുന്നു എന്നാണ് ഇന്നത്തെ പ്രശ്നം. നമ്മളിന്ന് ശരീരസുഖം നന്നാക്കാൻ എല്ലാവരും എന്ത് ചെയ്യാണ്, ഭൗതികമായിട്ടുള്ള ഈ ബാഹ്യമായ ഈ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി കണഞ്ഞ് പരിശ്രമിക്കുക. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ മനസ്സിനെ നന്നാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവന് ഈമാൻ ഉണ്ടാവില്ല, അവൻ്റെ പ്രവൃത്തികളും മോശമാവും. വെറും ബാഹ്യമായ രൂപങ്ങളെ ഒക്കെ ഉണ്ടാവുള്ളൂ. ഒന്നിനും ഒരു ആത്മീയത ഉണ്ടാവില്ല, ഒരു കാമ്പുണ്ടാവില്ല. ജീവിത ലക്ഷ്യം എന്നുള്ളത് തന്നെ എന്ത് ചെയ്യണം, ബാഹ്യ ശരീരം നന്നാക്കുക എന്നാണ് ഇവിടെ ജനങ്ങൾ ആയിട്ടുള്ളതെന്ന്. ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്, ബാഹ്യം നന്നാക്കണം. എത്ര പ്രായമായാലും എന്ത് ചെയ്യുന്നു, അവർ വീട് നന്നാക്കണം, റോഡ് നന്നാക്കണം, കാറ് നന്നാക്കണം, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളാണ് ഉണ്ടാകുക. ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതായിട്ട് മാറുക. ഓരോരുത്തർക്കൊന്നും പറയാനുള്ള, രണ്ടാൾ കണ്ടുമുട്ടിയാൽ തന്നെ പറയാനുള്ള പ്രശ്നം അതാണല്ലോ. അവിടുന്ന് പറയാൻ തൻ്റെ വീടിൻ്റെ വലുപ്പം, എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, ഇത്ര സൗകര്യമുണ്ട്, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പെരുമ, ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ജീവിതത്തിനെ കുറിച്ച് മാത്രമായി, ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന് ഇന്ന് ചിന്തയുള്ളത്. പരലോകത്തെക്കുറിച്ചോ റബ്ബിനെക്കുറിച്ചോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെക്കുറിച്ചോ ഒന്നുമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയണ്ടായി, യംബഗി അലൽ ഇൻസാൻ അൻ യസ്തഅമലൽ മാല കമാ യസ്തഅമിലുൽ ഹിമാറ ലിറുകൂബ്. ഒരു മനുഷ്യന് അവൻ സമ്പത്ത് ഉപയോഗിക്കേണ്ടത്, അവൻ കഴുത എന്ന് പറയുന്ന അവൻ്റെ വാഹനത്തായിട്ട് കഴുതനെ ഉപയോഗിക്കുന്നത് പോലെയാണ്. വാഹനത്തിന് കഴുത ഉപയോഗിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ ദുനിയാവിലെ സമ്പത്തിന് ഉപയോഗിക്കേണ്ടത്. വാഹനത്തിനായിട്ട് വക്കമാ യസ്തഅമിലു ബൈത്തൽ ഖല ലിൽ ഗായിത്ത്, വിസർജനത്തിന് നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന പോലെ, ബാത്റൂം ഉപയോഗിക്കുന്ന പോലെ. അതെങ്ങനെ ഉപയോഗിക്കുക, ആ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതെന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടാകും? ഇല്ല. ആ കാര്യത്തിന് വേണ്ടി മാത്രം. അപ്പം ദുനിയാവിലുള്ള ഇതുകൾ മുഴുവനും നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്തു ചെയ്യും, പിന്നെ ഈ ദുനിയാവിൻ്റെ എല്ലാ ആഡംബരങ്ങളും ഇതൊക്കെ നമ്മളിന്ന് പോകും. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇസ്ലാമിക വ്യക്തിത്വം എന്നത് വെറും ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല. മറിച്ച് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം, ആചാരങ്ങൾ, അത് ജീവിതമാർഗം, അത് പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. വിശ്വാസികളെ, നിങ്ങൾ മുഴുവനുമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കുക, മുഴുവനായി ഇസ്ലാമിൽ പ്രവേശിക്കുക. കുറച്ചല്ല, മുഴുവനും ഇസ്ലാമിൽ പ്രവേശിക്കുക. ഇസ്ലാമാണ് എല്ലാം. നമ്മുടെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും, ഭക്ഷണം കഴിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആളുകളോട് പെരുമാറുമ്പോഴൊക്കെ ഇസ്ലാം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ജീവിതം എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഇസ്ലാം എന്തായാലും പറഞ്ഞു നമ്മൾ അന്വേഷിക്കും. കാരണം ഖുർആൻ പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. ഈ ഇസ്ലാം അല്ലാത്ത മറ്റതൊക്കെ എന്തായിരിക്കും, പൈശാചിക കാൽച്ചുവടുകളായിരിക്കും, പൈശാചിൻ്റെ കൽപ്പനകളായിരിക്കും. അവനെന്നും നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ കാണണം എന്നാണ് എന്ത് ചെയ്യണത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിവിടെ പിന്നെ ഇസ്ലാമിൻ്റെ ആരാധനയാകട്ടെ, അതേപോലെ തന്നെ പ്രവൃത്തി, സ്വഭാവം, പെരുമാറ്റത്തിലൊക്കെ ഇസ്ലാം ഉണ്ടാവണം, എല്ലാത്തിലും.
ശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞ ഖദ് അഫ്ലഹൽ മൂമിനൂൻ, മൂമിനീങ്ങൾ വിജയിച്ചു. എന്നിട്ട് പറഞ്ഞ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. മൂമിനീങ്ങളുടെ വിശേഷണമായിട്ട് പറഞ്ഞാണ് നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പടച്ച റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം. അപ്പോൾ ആ നിസ്കാരം കൃത്യമായിട്ടുണ്ടാവുന്നവനാണ് മൂമിൻ. വല്ലദീന ഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ, ലഹ്വ് എന്ന് പറഞ്ഞ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവൻ വിട്ടു നിൽക്കുന്നവനാണ്. നിസ്കാരം ഭക്തിയോടുകൂടി ചെയ്യും. മാത്രം ലഹ്വിൽ നിന്ന് അവരെന്ത് ചെയ്യും, മുഅ്രിദൂൻ, തിരിഞ്ഞു കളയും. എന്താ ലഹ്വ് പറഞ്ഞാൽ? വ്യർത്ഥമായ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ലഹ്വാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടാത്തതെല്ലാം നമുക്കെന്താണ്, ലഹ്വാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ സമ്പത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കണം എന്തിനാണ്? ഈ ലഹ്വിന് വേണ്ടിയാണ്. ഇപ്പോൾ സ്കൂള് പൂട്ടി, വെക്കേഷനാണ്, പന്ത് കളി, എത്ര ലക്ഷങ്ങളാണ് അതിന് സമൂഹം മുടക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന മുഴുവൻ മുസ്ലിം സമൂഹമാണ്. എത്രങ്ങാനും ലക്ഷങ്ങൾ. എന്ത് ഉപകാരമാണ് അതുകൊണ്ടുള്ളത്? എന്ത് ഫലമുള്ളത്? കളിക്കണ്ടെന്നോ കളി വേണ്ടെന്നോ ഞാൻ പറയണില്ല. പക്ഷെ അതുകൊണ്ട് ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ നമുക്കോ ഈ ദുനിയാവിൽ എന്ത് ഗുണമുള്ളത്? പരലോകത്ത് എന്ത് ഗുണം? ലക്ഷങ്ങൾ മുടക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അത് ചെലവ്. അതൊരു ലഘുവാണ്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിനു വേണ്ടി ഭീമമായ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഞാമത്തുകൾ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതാണ് വല്ലദീന ഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ എന്ത് ചെയ്യും, അതും തിരിഞ്ഞു കളയും. അതൊന്നും അവരത്ര ഗൗരവാക്കൂല, അത്ര കാര്യമാക്കൂല, അതിലവർ പങ്കെടുക്കൂല. അതേപോലെ തന്നെ വാക്ക്, പ്രവൃത്തി, ഇതിൽ ഏതെല്ലാം ഒക്കെ എല്ലാ കാര്യങ്ങളിലും സത്യവിശ്വാസി എന്ത് ചെയ്യണം, അവന് മുഴുവനും അവന് പിന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് എല്ലാം അവൻ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. ആവശ്യമില്ലാത്ത കാര്യമാണ് അതിൽ ഒഴിവാക്കണം. വേണ്ടതിലും വേണ്ടാത്തതിലൊക്കെ പോയി തലയിടുന്ന കാര്യം ഒരു മുസ്ലിമിന് പറ്റൂല. ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യമില്ലാത്തതിൽ ഒരു മുസ്ലിം എന്ത് ചെയ്യില്ല, ഇടപെടില്ല. അതുകൊണ്ടാണ് വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. വിവരമില്ലാത്ത ആളുകൾ, വിവരദോഷികളായ ആളുകൾ വല്ലതും നമ്മളോട് പറയണം, അവർ സലാം പറഞ്ഞ് പിരിയാവിടുന്നു. കാരണം അതിലവരെന്ത് ചെയ്യില്ല, ഒരു സത്യവിശ്വാസി എല്ലാത്തിലും പോയി ഇടപെട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിസ്കാരത്തിലാണെങ്കിൽ ഒരു ഭക്തി, ഇതിലൊക്കെ അവർ ഭക്തിയായിട്ടുണ്ടാവും. ലഘു വന്നാൽ അവരിന്ന് തിരിഞ്ഞു കളയും ചെയ്യും. അപ്പം ഇത് ഒരു മൂമിന് ഉണ്ടായിരിക്കേണ്ട പിന്നെ ഗുണമാണ് എന്നാ പറഞ്ഞു തരും. അവൻ്റെ വ്യക്തിത്വമാണത്. ആ വ്യക്തിത്വം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അവൻ്റെ ഈമാൻ പൂർണ്ണമാകുന്നുള്ളൂ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളിലും പ്രവാചകനിലും നമുക്ക് മാതൃകയുണ്ട്. എന്ത് കാര്യം ചെയ്യും, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മൾക്ക് കേട്ട് മനപ്പാടല്ലായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നെ ചര്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഉത്തമമായ മാതൃകയുണ്ട്. ഖുർആൻ പറയും. നബി നടക്കുമ്പോൾ എങ്ങനെ നടന്ന്, ഇരിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, കോട്ടുവായിടുമ്പോൾ അതിൽ വരെ നമുക്ക് മാതൃക പഠിപ്പിച്ചെന്നു. വേണ്ടത്ര കൈ വെക്കണം, വായിൽ പിന്നെ കോട്ടുവായിടുമ്പോൾ കൈ വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതൊക്കെ ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ പിന്നെ അന്യ സ്ത്രീയുമായിട്ടുള്ള കാര്യത്തിൽ ഇന്ന് മൊബൈലുകളും അതുപോലുള്ളതൊക്കെ ഇന്നിപ്പോൾ സാധാരണ എന്ത് ചെയ്യാണ്, സർവ്വസാധാരണ പുരുഷനും സ്ത്രീകളൊക്കെ ഒന്നിച്ചാണ് നടക്കവും ഇരുത്തവും. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഇന്നുണ്ടെങ്കിൽ ബസ്സിൽ അടുത്ത് വേറൊരു സ്ത്രീ വന്നിരിക്കുന്നു, ഒന്നും പറയാൻ പറ്റില്ല. അതൊരു വിഷയം തന്നെ ഇല്ലെന്ന്. കാരണം എന്താണ്, ഈമാന് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്തായി, ഹലാലാകുകയാണ്. കാരണം ഹറാമ് പറഞ്ഞ വിഷയം തന്നെ ഇല്ലാതെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അയ്യത്തുഅന ഫീ റഅസി അഹദിക്കും ബി മിഖ്യത്തിൻ മിൻ ഹദീദിൻ. ഒരു ഇരുമ്പിൻ്റെ സൂചി കൊണ്ട് തലയിൽ ഒരാളെ തറക്കുകയാണെങ്കിൽ അതാണ് അവനൊരു പെണ്ണ് അവനെ തൊടുന്നതിനേക്കാൾ, ഒരു ഹറാമായൊരു പെണ്ണ്, ഹലാലല്ലാത്ത ഒരു അന്യ സ്ത്രീയെ തൊടുന്നതിനേക്കാൾ വലിയ അതാണ്, അവന് ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഈ ആണി തറക്കുന്നതിനേക്കാൾ വലിയതാണ് എന്ത്, ഒരു സ്ത്രീയെ തൊടുക. ഇന്നത് വിഷയമല്ല. പരസ്പരം സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് നടക്കുന്നു, ഒന്നിച്ചിരിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവർ കൂട്ടുകാരാണ്, ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഇസ്ലാം ഉള്ളത്? നമ്മൾ പറയാം അവർ കുട്ടികളാണ്. ആ കുട്ടികളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പല തെറ്റിലും ഹറാമിലും ചെന്ന് അവരെന്ത് ചെയ്യുന്നു, ആത്മഹത്യ ചെയ്യുന്നതും അതൊക്കെ നമ്മളിന്ന് കാണുന്നുണ്ട്. മുസ്ലിങ്ങളാണൊക്കെ. എവിടെയാണ് ഇസ്ലാമിക വ്യക്തിത്വം? നമ്മുടെ വീട്ടിൽ നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. കുട്ടികൾക്ക് നല്ല
അച്ചടക്കം പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ ഈ രീതിയിലെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ക്യാമ്പസുകളിലും സ്കൂളുകളിലൊക്കെ ഇന്നെന്ത് ചെയ്യണം, ഒരു നാണമില്ലാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാതൊരു ലജ്ജയില്ലാതെ. അതിന് കാരണം എന്താണ്? നമ്മളതിൽ പ്രധാന കാരണങ്ങളാണ് മാതാപിതാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് സയകൂനു ഫി ആഖിരി ഉമ്മത്തി റിജാലുൻ, എൻ്റെ ഉമ്മത്തിൽ കുറേ ആളുകളുണ്ടാവും, അവസാന കാലഘട്ടത്തിൽ കുറേ ആളുകളുണ്ടാവും. യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാൽ, വിലപിടിപ്പുള്ള വലിയ വലിയ മുന്തിയ വാഹനങ്ങളിൽ അവരെന്ത് ചെയ്യും, വരും. യൻസിലൂന അലാ അബ്വാബിൽ മസ്ജിദ്, പള്ളിയുടെ മുന്നിൽ വന്ന് വലിയ വാഹനങ്ങളിൽ വന്ന് ഇറങ്ങും നിസ്കരിക്കാനേ. പള്ളിക്ക് വരും, നിസ്കാരം ഇതൊക്കെ ഉണ്ടാവും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉഹും കാസിയാത്തുൻ ആരിയാത്ത്, അവരുടെ പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ നഗ്നകളായിരിക്കും. വസ്ത്രം പേരിനുണ്ടാവും, ഇടുങ്ങിപ്പിടിച്ച വസ്ത്രം, അവയവം കാണുന്ന രീതിയിലുള്ള വസ്ത്രം. ഇന്ന് മുസ്ലിം താത്തമാർ തട്ടടാൻ തന്നെ മടിയാണ്. പർദ്ദടുന്ന ഏതാനും കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യുന്നു, ഔറത്ത് മറക്കുന്നു എന്നല്ലാതെ എത്ര താത്താരുണ്ട് പുറത്തു പോകുമ്പോൾ ശരിക്കും ഔറത്ത് മറക്കുന്നവർ. എന്നാൽ അവരുടെ ആണുങ്ങളാണെങ്കിലോ നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കാൻ ഇതൊക്കെ ഉണ്ടാവും, ജുമാക്ക് ഉണ്ടാവും, പള്ളി കമ്മിറ്റിയിലുണ്ടാവും, ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. വീട്ടിലാണെങ്കിലോ ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല. എവിടെയാണ് ഇസ്ലാമിക വ്യക്തിത്വം? ഇസ്ലാമിക വ്യക്തിത്വം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പിന്നെ അലാ റൂസിഹിന്ന കാസ്നിമത്തിൽ ബുഖ്ത്, ഒട്ടകത്തിൻ്റെ കൊഴുത്ത മറിഞ്ഞ ആ പൂഞ്ഞയെ പോലെ ആയിരിക്കും അവരുടെ തലയിൽ നിന്ന്. മുടി കെട്ടിവെച്ചിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ തട്ടം വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് വല്ല ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ ഉണ്ടാകും അവരുടെ തല. എന്ന് പറയാം ഇൽ അനൂഹുൻ, ഇൽ അനൂഹുൻ, നിങ്ങൾ അവരെ ശപിക്കുവീൻ. ഫൈന്നഹുന്ന മൽഊനാത്ത്, അവരൊക്കെ ശപിക്കപ്പെട്ടവരാണ്. നമ്മളോട് ശപിക്കാനാണ്. എന്താണ്, നമ്മളൊക്കെ കുടുംബത്തിൽ എത്ര ആളുകളുണ്ട്, സഹോദരിമാരും എല്ലാവരും. കാരണം ദീനിന്ന് അവർ പോയി, ഇസ്തിഖാമത്തില്ല, പടച്ചറബിൻ്റെ ദീനിനെ അവരെന്ത് ചെയ്തു, ഒഴിഞ്ഞു. അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്. മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ, ആ പെണ്ണുങ്ങൾ സ്വർഗത്ത് കടക്കൂല, സ്വർഗത്തിൻ്റെ മണം പോലും അവർക്ക് കിട്ടൂല. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമാണത്. കാരണം ദുനിയാവിലെ നിസ്കാരം നോമ്പും ഒക്കെ ഉണ്ടായിട്ടും നരകത്ത് പോണ അവസ്ഥയാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു ലഅനൂഹുൻ, അവരെ ലഅനത്തല്ലേ, ശപിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഔറത്ത് മറക്കാത്ത സമൂഹമായി ഇന്ന് മാറുകയാണ്. വസ്ത്രത്തിൽ അങ്ങനെയാണ്, ആൺകുട്ടികളും അങ്ങനെ. ആൺകുട്ടികളുടെ വസ്ത്രം എന്താണ്? ഇന്ന് അവർ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്ന നമ്മുടെ മക്കളുടെ കുട്ടികളുടെ വസ്ത്രത്തിൻ്റെ രീതി എന്താണ്? ആൺകുട്ടികൾ വേണ്ട പോലെ പാവാട ഇട്ട് പോണ മാതിരിയാണ് എന്ത് ചെയ്യാണ് തോന്നുന്നത്. പെൺകുട്ടികൾ പാവാട ഇട്ട് പോണ മാതിരി, അങ്ങനത്തെ പാൻറ്റ്. അതെന്താണ് സംഭവം? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃകയാണോ? അത് ഏത് രീതിയാണ്? പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. മക്കളുടെ ഡ്രസ്സ് അവരെങ്ങനെ ധരിക്കണത്, നെരിയാണ്ട് താഴെ വസ്ത്രം പോകുന്നത്, അവരുടെ പിന്നെ ജീവിത രീതി, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. നമ്മുടെ പിന്നെ നഗ്നത, ഔറത്ത്, അത് മറ്റുള്ളവർക്ക് കാണാൻ പാടില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും. പുരുഷൻ്റെ ഔറത്ത് പുരുഷന് കാണാൻ പാടില്ല, സ്ത്രീൻ്റെ ഔറത്ത് സ്ത്രീക്കും കാണാൻ പാടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ലേ യഹ്ഫദ് ഔറതക് ഇല്ലാ മിൻ സൗജതിക്, നിൻ്റെ ഔറത്ത് നീ സൂക്ഷിക്കണം, നിൻ്റെ ഭാര്യ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഭാര്യയുടേത് ഭർത്താവിന് മാത്രമേ, വേറെ ആരും കാണാൻ പാടില്ല. ഇതൊന്നും വിഷയമല്ല, അതിന് വിഷയമല്ല. കാരണം എന്താണ്? മൊബൈലിൽ നോക്കിയാൽ ലോകത്തുള്ള എല്ലാ ആളുകളുടെ ഔറത്തും അതിങ്ങോട്ട് നോക്കിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പണി. വയസ്സായ ആളുകൾ വരെ, പ്രായമായിട്ടുള്ള ആളുകൾ വരെ ഈ മൊബൈലിൽ 24 മണിക്കൂർ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ് തോന്നിയ ഒരു റീൽസ് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ ഈ ഹറാം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വെറുതെ ചിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഈ സമൂഹത്തിൻ്റെ, ഈ മുസ്ലിമിൻ്റെ വ്യക്തിത്വം എവിടെ പോയി? എവിടെയാണ് ഇസ്ലാമുള്ളത്? നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് അള്ളാഹിനോട് മറുപടി പറയണ്ടേ? ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച ഓരോ സെക്കൻഡുകൾ, സമയങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് ഞാൻ ജീവിത ആയുസ് തന്നു, ആ ആയുസ് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു ദിവസത്തെ നമ്മളൊന്ന് എഴുതി രേഖപ്പെടുത്തിയാൽ മതി. ഇന്ന് നേരം വെളുത്ത് ഇന്നേ വരെ നമ്മളെ സമയങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ പടച്ചവന് ഇഷ്ടപ്പെടുന്ന സമയം എത്ര ഉണ്ടാവും? എത്ര മിനിറ്റ് ഉണ്ടാവും? എത്ര മിനിറ്റ് ഉണ്ടാവും നമ്മൾ മുസ്ലിമായി ജീവിച്ച സമയം? മുസ്ലിം അല്ലാതെ ഹറാം ഉറപ്പായിട്ട് ജീവിച്ച എത്ര ഉണ്ടാവും? ഗൗരവമാണ്, വളരെ ഗൗരവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പിന്നെ ഔറത്ത് വെളിവാക്കാൻ മാത്രമല്ല, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ജരീർ ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന സഹാബി അബദ്ധത്തിൽ സംഭവിക്കാവുന്ന
അല്ലെങ്കിൽ ഉണ്ടാവേക്കാവുന്ന ചില ഒരു നോട്ടത്തെക്കുറിച്ച്, പെട്ടെന്നുള്ള നോട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അറിയാതെ നമ്മളിന്ന് പറ്റിപ്പോയാലുള്ള നോട്ടേ, നമ്മളിന്നിങ്ങനെ അതിനായിട്ട് നോക്കാനായിട്ട് ഹറാമുകൾ നോക്കുകയാണ്, മൊബൈലിലും അല്ലാതെയും ഒക്കെ. ഈ സഹാബി ചോദിക്കണം, അബദ്ധത്തിൽ കണ്ണെന്നൊരു ഇതിൽ പെട്ടുപോയാൽ, ഒരു ഹറാമിനെ നോക്കിയാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്രിഫ് ബസറക്. യുസ്രിഫ് ബസറക്, കണ്ണ് മാറ്റാനാണ് പറഞ്ഞത്, തിരിച്ചു കളയാൻ, ദൃഷ്ടി അതിൽ നിന്ന് തിരിച്ചു കളയുക എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അപ്പം എത്ര ഗൗരവമാണ് ഇതൊക്കെ. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ആരോടാ പറഞ്ഞത്? മുസ്ലിങ്ങളോട് പറയും. മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അതൊക്കെ. ആ മുസ്ലിങ്ങൾ പോയ സ്വർഗത്തേക്കാണ് നമ്മൾ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിനൽ ഐനി അൻ-നളിർ, കണ്ണിൻ്റെ നോട്ടം വ്യഭിചാരാണ്, നാവിൻ്റെ വ്യഭിചാരമാണ് സംസാരം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ലൈംഗിക ചുഴയോടുകൂടി സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. വൻ നഫ്സു തമന്ന വതസ്തഹി, മനസ്സതിന് കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. വൽ ഫർജു യുസദ്ദിഖു ദാലിക വ യുകദ്ദിബുഹു, അവൻ്റെ ലിംഗാവയവം അതിനെന്ത് ചെയ്യുന്നു? സാക്ഷാത്കരിക്കുന്നു. അപ്പോൾ ഓരോ അവയവത്തിനും അതിലുണ്ട്. കണ്ണുകൊണ്ട് നിഷിദ്ധമായ ഹറാമുകളിലേക്ക് ഇതിലേക്ക് നോക്കുന്നത് ഹറാമാണ്, അത് വ്യഭിചാരമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യവും പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ മുസ്ലിമാകുക. അതാണ് ശരിയായ മുസ്ലിം. ഒരു മുസ്ലിം കെട്ടിപ്പടുക്കുന്ന, ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ ഗുണങ്ങളാണ്. ഇപ്പോൾ ഈ ചുരുക്കി പറഞ്ഞ നമ്മൾ ഇത് അള്ളാഹുവിൻ്റെ ഹക്ക് നിറവേറ്റുക, അതാണ് നിസ്കാരം, അതുപോലുള്ള ഈമാൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടാകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയും നിറവേറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ പടപ്പുകളോടുള്ള, സൃഷ്ടികളോടുള്ള ബന്ധം അത് നന്നാക്കുക. നല്ല നിലയിലായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ഒന്ന് ദൃഢമായ വിശ്വാസം എന്ന് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പറയണ്ടായി. അവരെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈമാൻ. റബ്ബിനെ കുറിച്ച് നമ്മൾ കരുതേണ്ടത്. നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 94 തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദിവസം അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എന്താ അല്ലാഹു അക്ബർ? നമ്മൾ അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എന്താ പറയുക? അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് പിന്നെ ആരുമില്ല. നമ്മളെ മനസ്സിൽ അതിന് തട്ടിയിട്ട് ഈമാനോട് ഉറച്ചു വരണം. ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വിശ്വാസിക്ക് പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ഭൗതികമായ മറ്റ് ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുക? കാരണം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നത് സാധാരണ എപ്പോഴാണ്? ഞാൻ കീഴ്പ്പെട്ടു, ഒരാൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആക്രമിക്കാൻ വന്ന കീഴ്പ്പെട്ടു, 2 കൈ ഉയർത്തു. ആ 2 വിനയത്തോടു കൂടി അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് പിന്നെ കയ്യും കെട്ടി നിന്ന് നമ്മുടെ മനസ്സ് പിന്നെ എവിടെ പോകുന്നു? അപ്പോൾ ആ റബ്ബിനെ നമ്മൾ ആവർത്തിച്ച് പറയണത് പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് വിശ്വസിക്കുന്ന, എന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അവൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൻ അള്ളാഹിനെ വിളിക്കുള്ളൂ. എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ കൂടെയുണ്ട്. കാരണം അള്ളാഹു അക്ബറാണ്, അവനേക്കാൾ വലിയ ആരുമില്ല. ഇവിടെ ആര് തന്നെ എന്നെ ആക്രമിക്കാൻ വന്നാലും എനിക്ക് അള്ളാഹു അക്ബറുണ്ട്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടോ അവനെ തവക്കുലാക്കാൻ അള്ളുണ്ട്. എനിക്ക് രോഗം വന്നാൽ ആ രോഗം മാറ്റാൻ ഏറ്റവും വലിയവനായ റബ്ബുണ്ട്. ആ റബ്ബിൽ ഞാൻ ബരമേൽപ്പിക്കുന്നു, തവക്കുൽ. അതുകൊണ്ടല്ലേ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് ഒരുങ്ങിയപ്പോൾ ഈ ദുനിയാവിലെല്ലാം പിന്നെന്ത് ചെയ്യും? പടച്ച റബ്ബാണ് വലുതറിഞ്ഞ ദുനിയാവിലുള്ളത് ഒന്നുമല്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് ഒരുങ്ങിയപ്പോൾ പറഞ്ഞ എന്താണ്? നീ മക്കത്ത് വന്ന സന്ദർഭത്തിൽ ദരിദ്രനായിട്ട് 5 പൈസ അല്ലാതെ ഒന്നുമില്ലാത്ത ആളായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? നീ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സമ്പത്തൊക്കെ ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ പോയിക്കോ, അല്ല പോകാൻ വിടൂല ഞങ്ങൾ. കാരണം പക്ഷെ അദ്ദേഹം സുഹൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന് വിശ്വസിച്ച ആളാണ്. അള്ളയാണ് ഏറ്റവും വലുത്, അതിനേക്കാൾ വലുത് ഒരു സമ്പത്തുമില്ല, അള്ളയേക്കാൾ വലുത് വേറൊരു മക്കളോ കുടുംബമോ ഒന്നുമില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെ അവിടെ ഇട്ടുപോയി. ഇന്നോടത്ത് സ്വർണ്ണമുണ്ട്, ഇന്നോടത്ത് ഇന്ന നാണയങ്ങളുണ്ട്, എൻ്റെ സമ്പത്ത് ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം വിട്ടേച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പോയി. എവിടേക്ക് പോയി? റബ്ബിലേക്ക് പോയി, മദീനയിലേക്ക് പോയി, റബ്ബിൻ്റെ പൊരുത്തത്തിലേക്ക്. അതാണ് അവിടെ പിന്നെന്ത് ചെയ്യണം? അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ല അമ്പ് ചെയ്യാനും അവരോട് ചേർത്ത് തോൽപ്പിക്കാനൊക്കെ കഴിവുള്ള ആളും ശക്തിയുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് റബ്ബിൻ്റെ പൊരുത്തം, റബ്ബിൻ്റെ ഇഷ്ടം, അതിനു വേണ്ടി പോയി. അതാണ് വ്യക്തിത്വം.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റബിഹൽ ബൈഅ, കച്ചവടം വളരെ ലാഭമുള്ളതായി. ആ അദ്ദേഹത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 207 ആയത്തിറങ്ങുന്നത്. ഈ സഹാബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് തഫ്സീറുകൾ കാണാം. വമിനന്നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യശ്രി നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ വിൽക്കുന്നവർ. പടച്ച റബ്ബിന് വേണ്ടി ഒക്കെ വിറ്റു, എല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, റബ്ബിന് വേണ്ടി ഹിജ്റ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റബ്ബിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എൻ്റെ ജീവിതം ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്രമീകരിക്കണം ജീവിതത്തെ. അതാണ് ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, റബ്ബിൻ്റെ പൊരുത്തത്തിന് ആ തൃപ്തികരമായൊരു ജീവിതം നയിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഞാൻ തയ്യാറാണ്. എൻ്റെ ഉമ്മയേക്കാളും എൻ്റെ ഉപ്പയേക്കാളും വേണ്ടപ്പെട്ട മറ്റെല്ലാവരേക്കാളും എനിക്ക് വലിയ അല്ലാഹു അക്ബർ, അത് നമുക്കുണ്ടാവണം. അപ്പോഴേ നമ്മൾ ഈമാൻ എന്ത് ചെയ്യുള്ളൂ, പൂർണ്ണമാകുള്ളൂ എന്നാണ് എന്ത് ചെയ്യണത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ദിബിഅ ഇബ്നു ആമിർ റുസ്തുമിൻ്റെ ഭരണാധികാരത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോഴൊരു സംഭവം ചരിത്രം വിശദീകരിക്കേണ്ടത്, ചരിത്രം പറയാൻ സമയമില്ല. പക്ഷെ അദ്ദേഹം ദിബിഅ ഇബ്നു ആമിർ റുസ്തുമിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അവിടെ എന്ത് ചെയ്യാണ്, പിന്നെ പോയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന വർത്തമാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റുസ്തുമിനോട് സംസാരിക്കുന്ന സംസാരങ്ങളുണ്ട്. എല്ലാം അവിടുത്തെ കൊട്ടാരത്തിൽ സ്വർണ്ണ ഇതൊക്കെ എന്ത് ചെയ്യാണ്, അദ്ദേഹം നെവർ മൈൻഡാക്കിക്കൊണ്ട് കയറി ചെല്ലുകയാണ്. കാരണം എന്താ, അവിടെയുള്ള പട്ടാളക്കാരോ ശത്രുക്കളോ ഇതൊന്നും എനിക്ക് വിഷയമല്ല. കാരണം എനിക്ക് അള്ളാഹുവാണ് വലുത്, അള്ളാഹുവാണ് വലിയവൻ എന്ന് വിശ്വസിക്കുന്ന, പിന്നെ എന്തിനാണ് ശത്രുവിനെ ഭയപ്പെടുന്നത്? ആ റുസ്തുമിനെ എന്ത് ചെയ്യാണ്, യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്തു, പരാജയപ്പെടുത്തി. കാരണം എന്താണ്, ഈമാനാണ്. ആ ഈമാൻ ഇന്ന് നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മളിന്ന് ഒന്നും അല്ലാത്തവരായിട്ട് എന്ത് ചെയ്യണത്, കഴിയണത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നാ കുന്ന അദല്ല ഖൗം, ഞങ്ങളൊരു നിന്ദ്യരായ സമൂഹമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒന്നുമല്ലാത്ത സമൂഹത്തിൽ എല്ലാ ഈത്തപ്പഴം രാത്രി എടുത്തിട്ട് പിന്നെ രാത്രി ദൈവമായിട്ട് എന്ത് ചെയ്യും, അവർ പൂജിക്കുന്ന ആരാധിക്കുന്ന ബിംബമായിട്ട് തലക്കമ്പാകത്ത് വെക്കും, രാവിലെ നീറ്റെടുത്ത് തിന്നും. അല്ലേ, കള്ളുകുടിയും പെണ്ണുപിടിയും എല്ലാ തോന്നിയാസങ്ങളും എന്നിരുന്ന ജാഹിലിയത്തിലിരുന്ന് ഞങ്ങൾ. ആളുകൾക്കിടയിൽ അറബികൾക്ക് ഒരു വിലയില്ലാത്തവരായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അങ്ങനെ ഇസ്ലാം വന്നിട്ട് അള്ളാഹു ഞങ്ങൾക്ക് പ്രതാപം നൽകി. ഇസ്ലാം വന്നു, ഞങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു, അപ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകി എന്ന് പറയണം. ഫമഹ്മാനത്തുൽ ഇസ്സത ബിഗൈരി മാ അസ്സനല്ലാഹു ബിഹി, അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള ഇസ്സത്തല്ലാത്ത വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇസ്സത്ത് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹ് നമ്മളെ വീണ്ടും നിന്ദിക്കും. അതാണ് ഇന്ന് മുസ്ലിങ്ങൾക്ക് പ്രൗഢിയും പേരും പ്രശസ്തിയാണ് വേണ്ടത്. ദീന് പ്രശ്നമല്ല, അല്ലേ? ദീനൊരു വീട് വെക്കുകയാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും മക്കളെ പഠിപ്പിക്കുകയാണെങ്കിലും അതിലൊക്കെ പേരും പ്രശസ്തി വേണം. എൻ്റെ മകൻ വലിയ ഡോക്ടറാകണം, എൻ്റെ മകൻ എഞ്ചിനീയറാകണം, എൻ്റെ മകൻ അതാകണം. അവിടെ ദീനില്ല. അള്ളാഹുവിന് നൽകിയ ഇസ്സത്ത് അവൻ എന്ത് ചെയ്യണം, ആഗ്രഹിക്കണം. എൻ്റെ മകൻ എത്ര ഖുർആൻ പഠിച്ചിട്ടുണ്ട് അറിയോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമായിട്ട് എത്ര സൂറത്ത് നമുക്ക് അർത്ഥറിയാം? വിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്ത് അർത്ഥറിയും? നമ്മൾ ഓരോരുത്തരും ചോദിച്ചു നോക്കി. ഒരു 10 സൂറത്തിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ പറയാൻ കഴിയുമോ? അള്ളാഹ് നമുക്ക് ഇറക്കി തന്നിയ വിശുദ്ധ ഖുർആന് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ദില്ലത്ത്. അതല്ലനല്ലാ എന്ന് മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആർക്കും ഒരു വിലയില്ലാത്ത ചണ്ടികളായി മാറി. കാരണം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്. ദീനിന്ന് പോയപ്പോൾ എന്ത് ചെയ്തു, അവർ ചണ്ടികളായി മാറി. ഇസ്ലാമിൻ്റെ ഇസ്സത്തില്ല, ഇസ്ലാമിൻ്റെ രീതിയിൽ ജീവിക്കാൻ അവർക്ക് പിന്നെ വസ്ത്രധാരണയിലോ താടിയിലും വസ്ത്രത്തിലും ഒന്നിലും അവർക്കെന്തല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ നിന്ന് അവർ എന്ത് ചെയ്തു, വിദൂരമായി. അതുകൊണ്ട് തന്നെ പടച്ചവൻ അവർക്കൊരു വിലയും കൊടുക്കാതെ അവർക്ക് എന്ത് ചെയ്തു, വഹന്, നിന്ദ്യത, മരണത്തെ എന്ത് ചെയ്യാണ്, അവർ പേടിച്ചു. ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിനെ പ്രേമിച്ചു, മരണത്തെ അവർ വെറുത്തു. അതാണ് ഇന്നുണ്ടായ നമ്മളെ പരാജയത്തിന് കാരണമുള്ളത്. അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള. അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുകയും അതേപോലെ റബ്ബിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മടങ്ങി ആ നിയമങ്ങൾ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് ജീവിക്കുക. ഒരു സാമൂഹിക പ്രതിബദ്ധത നമുക്കതിലൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുസ്ലിം സമൂഹത്തിലെ മറ്റ് അംഗങ്ങളോട് നീതിയും കരുണയും കാണിക്കുന്ന
ഒരു രീതി നമുക്കുണ്ടാവണം. ജീവിതത്തിൽ കണ്ടാവ് മുസ്ലിമാണെന്ന് പറയണം. അവൻ്റെ പെരുമാറ്റത്തിൽ, കച്ചവട മേഖലയാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഇരുത്തത്തിലും നടത്തത്തിലും അയൽവാസികളോടുള്ള പെരുമാറ്റം, അമുസ്ലിങ്ങളോടുള്ള, ഭാര്യയോട്, ചില ആളുകൾ നിസ്കാരത്തിന് ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ഭാര്യയോട് ചെന്നാൽ വളരെ മോശമായിട്ടാണ് പെരുമാറുക. ഭാര്യയോട് പറയാൻ പറ്റാത്തൊക്കെ പറയും, പുറത്ത് വലിയ മാന്യനായിരിക്കും. അത് മുസ്ലിമല്ല, അതിന് ഇസ്ലാമിലില്ല. അയൽവാസികളോട് വളരെ മോശം. ചില ആളുകൾ വീടന്നെ വിറ്റ് പോകാൻ കരുതും, കാരണം എന്ത്, ഇയാളുടെ ശല്യം സഹിക്കാൻ. എന്ത് മുസ്ലിമാണ്? മറ്റുള്ളവരുടെ അഭിമാനത്തിന് ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ. എവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഒരു ഷഖ്സിയത്തുൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വം നമ്മൾ നോക്കേണ്ടത്. ഇസ്ലാം എന്താ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച്? മാതാപിതാക്കളോടുള്ള കാര്യത്തിൽ ഇന്ന് മാതാപിതാക്കളെ ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളാത്തൊരു ആളുകളായിട്ട് എന്ത് ചെയ്യണം, വാപ്പാരിമാരിയാക്കി മാറ്റി. കാരണം എന്താണ്? ജനങ്ങൾക്ക് മാതാപിതാക്കളുടെ നന്മ ജീവിതത്തിലും പ്രവൃത്തികളിലും ബർക്കത്തില്ലാതാക്കും. നന്മ ചെയ്തിട്ടില്ലെങ്കിൽ, മാതാപിതാക്കളോട് നമ്മൾ നന്മ ചെയ്തില്ല, അവരോട് നല്ല നിലയിൽ വർത്തിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ഇന്ന് അതാണ്. മക്കൾ എന്ത് ചെയ്യണം? ഓരിയൊക്കെയാണ് മാതാപിതാക്കളെ, അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ആ ഒരവസ്ഥ വന്നു എന്നുള്ളതാണ്. അപ്പം മാതാപിതാക്കളെ സ്നേഹിക്കുന്നതാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി. മാതാപിതാക്കളെ സ്നേഹിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. അതല്ല, അവിടെ സ്വർഗത്തിൽ പോകാനല്ല നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുനിയാവിലെ വിജയത്തിനും പരലോകത്ത് സ്വർഗം കിട്ടാനും മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം റിള റബ്ബി റിളല്ലാഹി ഫിറിളൽ വാലിദൈൻ, മാതാപിതാക്കൾ നമ്മളെ തൃപ്തിപ്പെട്ട അല്ലാഹ് നമ്മളെ തൃപ്തിപ്പെടും. അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയ തൗഫീഖ് കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് എന്ത്? മാതാപിതാക്കളെ സ്നേഹിക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ളതാണ്. യഥാർത്ഥ വിജയം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് എത്രയോ മാതാപിതാക്കളുടെ മക്കളെ ഒന്ന് കാണാൻ കൊതിക്കുന്ന ആൾക്കാർ. മകനെന്ന് വന്നെങ്കിൽ കൊല്ലങ്ങളായി അവൻ ഗൾഫിലാണ്, ഓൻ എൻ്റെ ദുനിയാവിൻ്റെ ജീവിതത്തിനും വേണ്ടി എന്ത് ചെയ്യാണ് പോയതാണ്, അവിടെ സമ്പത്ത് ഉണ്ടാക്കുകയാണ്. പക്ഷേ അവന് സ്വർഗത്തിൽ പോകണമെങ്കിൽ പരലോകത്തിന് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് എത്ര സമ്പത്ത് വേണം? എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്ന നമ്മളെ ഈ ഒരു ചാണ് വയറിൽക്കല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ദുനിയാവിലല്ലേ. സമ്പത്ത് ഇസ്ലാം നിരോധിക്കുന്നൊന്നുമില്ല, വിലക്കുന്നൊന്നുമില്ല. പക്ഷേ ബാധ്യതകളും കടപ്പാടുകളും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യരുത്? സമ്പാദിക്കരുത്. വാപ്പാര് പറയുന്ന ആൾക്കാരുണ്ട്, അവനൊന്ന് വന്നാൽ മതി, ഒന്നും വേണ്ട, ഒന്ന് വന്ന് ഒന്ന് ഇരുത്തി നിന്നാൽ മതി. അങ്ങനെ കൊതിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇവൻ അവിടെ പോയി സ്വന്തം, ചിലവർ അവരുടെ ഫാമിലിയായിട്ട് തന്നെ പോവും, ഇവിടെ ഭാര്യയായിട്ടും മക്കളായിട്ടും 3-4 കൊല്ലം അവരെ വാപ്പിയും ഉമ്മയും ഇവിടെ ഉണ്ട്, ഇവരിവിടെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണണം മക്കളെ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചില്ലേ, പിന്നെ എന്താണ്, ഞാൻ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അഹയ്യുൻ വാലിദക് അഹയ്യുൻ ഉമ്മുക്, ഉമ്മ ജീവിച്ചിരിക്കൊണ്ട് വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അവരെടുത്ത് പോയിട്ട് ജിഹാദ് ചെയ്യുക. ആ സഹാബിനെ തിരിച്ച് ഇപ്പുറത്ത് കൂടി വന്നു, ഇടതുഭാഗത്ത് കൂടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജിഹാദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് ജിഹാദ് ചെയ്യണം, ഷഹീദാണ്, സ്വർഗത്തിൽ പോകണം. അപ്പോൾ എനിക്ക് ജിഹാദ് ചെയ്യണമെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോയി ജിഹാദ് ചെയ്യുക, ഉമ്മാൻ്റെ അടുത്ത് പോകും. മൂന്നാമത് നേരിട്ട് നബിയുടെ മുന്നിൽ വന്നു, അപ്പോഴും തന്നെ പറഞ്ഞു. എത്ര ഗൗരവമുള്ള വിഷയമാണ് നോക്കി നിങ്ങൾ. ഒരിക്കൽ റസൂലുള്ളാഹി നാശം, പിന്നെയും നാശം, പിന്നെയും നാശം. സഹാബാക്കൾ വെച്ചു, ആരാണ് റബിയെ ഇത്ര നാശം കെട്ടവൻ ആരാണ്, ഇത്ര ഗതികെട്ടവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി, ആരുടെയെങ്കിലും മാതാപിതാക്കളെ ഒരാൾ കണ്ടെത്തി, അവന് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഇൻദൽ കിബർ, പ്രായമായ മാതാപിതാക്കളുണ്ട്, അഹദുഹുമാ ഔ കിലാഹുമാ, അതിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ, ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ അല്ലെങ്കിൽ രണ്ടുപേരുമോ, അങ്ങനെ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് സൗമ്മലം യദ്ഖുലുൽ ജന്ന, പിന്നെ സ്വർഗത്ത് പോയിട്ടില്ലെങ്കിൽ അവനേക്കാൾ ഭാഗ്യം കെട്ടവൻ ആരുമില്ല. അപ്പോൾ സ്വർഗത്ത് പോണോ? ഉമ്മയും ഉപ്പ ഉണ്ടായാൽ മതി, ഉമ്മ ഉപ്പാക്കും സേവനം ചെയ്താൽ മതി. അവരടുത്ത് സേവനം ചെയ്താൽ എന്ത് ചെയ്യും? പിന്നെ അവർ കാരണം നമ്മളെ സ്വർഗത്ത് പോകാൻ കഴിയും എന്നാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറഞ്ഞത്. പിന്നെ ആ സഹാബിയോടെന്ത്, വൈഹക് ഇൽസം റിജലഹ, അവരുടെ കാലിൻ്റെ അടുത്ത് പാദങ്ങൾ നീ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു മാതാപിതാക്കൾ. ഫസമ്മൽ ജന്ന, അവിടെ സ്വർഗ്ഗമുണ്ട്.
അപ്പോൾ ഉമ്മാനും ഇപ്പാനെയും സ്നേഹിച്ചാൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് സ്വർഗത്തേക്ക് എത്ര വലിയ പദവിയിലെത്തിയാലും നമ്മൾ എത്ര വലിയ ആളായാലും ഉമ്മാൻ്റെ ഇപ്പാൻ്റെ മുന്നിൽ നമ്മൾ കുട്ടികളാണ്, നമ്മൾ മക്കളാണ്, അവർക്ക് നമ്മളെ മക്കളാണ്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിനെ കുറിച്ച് ഒരു സംഭവം പറയല്. അദ്ദേഹം തൻ്റെ മാതാപിതാക്കളോട് ഉമ്മാനോടൊക്കെ കാണിച്ചിരുന്ന ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തിനെ കുറിച്ച് പറയാണ്. ഒരിക്കൽ പിന്നെ അബൂ ഹനീഫനെ വിളിച്ചിട്ട് പറയാണ്, ഒരു സാധാരണക്കാരനായ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വിഷയം അയാളോടൊന്ന് പോയി ചോദിച്ചു നോക്കാൻ. കാരണം മക്കൾ എത്ര വലിയ പണ്ഡിതനായാലും ബാപ്പയും ഉമ്മയൊക്കെ എന്താ കരുതുക? ഒരു സാധാരണക്കാരാണ്, ഒരു കുട്ടികളാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഈ അയാളോട് പോയി ചോദിച്ചു നോക്ക്. ഇമാം അബൂ ഹനീഫ് പറഞ്ഞ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ത് ചെയ്യാണ്? ആ വിഷയം അറിയാനിട്ടല്ല, പക്ഷേ ഉമ്മ പറഞ്ഞു പോയി ചോദിച്ചു നോക്കാൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക? ഒരു കുട്ടിയെപ്പോലെ പോയി അയാളടുത്ത് പോയിട്ട് ഉമ്മ പറഞ്ഞ കാര്യം ചോദിക്കുകയാണ്. എന്തിന്? ഉമ്മാനനുസരിക്കുക, ഉമ്മാനെ തൃപ്തിപ്പെടുത്തുക, ഉമ്മാനെ തൃപ്തിപ്പെടുത്തുക. ഉപ്പാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മക്കൾക്ക്. ആ വ്യക്തിത്വം തന്നെ ഇല്ലാതെയാകുകയാണ്. കാരണം പിന്നെ സ്നേഹവും ബാധ്യതകളും കടപ്പാടുകളും ഇല്ലാതെയാകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകളോടും നമുക്ക് കടമുണ്ട്. ഭാര്യയോട് കടമുണ്ട്. ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നീതി കാണിക്കണം. അവർക്ക് പിന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പൊറുക്കണം, ക്ഷമിക്കണം, അവർക്ക് നല്ല നിലയിൽ വർത്തിക്കണം. അതേപോലെ തന്നെ ഭർത്താവിനോട് ഭാര്യക്കുണ്ട്, മാതാവിനോട് പിതാവിനോട് എല്ലാവരോടും ഉണ്ട്. അവർക്കൊക്കെ നൽകേണ്ട ബാധ്യതകൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കും. എന്ത് ചെയ്യണം? ഒന്നും ഒഴിവാക്കാതെ ആ ബാധ്യതകൾ നിറവേറ്റിയേ പറ്റും. എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി. അങ്ങനെ എന്ത് ചെയ്യണം? ഭാര്യയ്ക്ക് വേണ്ടി നമുക്ക് ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഭാര്യനെ ഒഴിവാക്കാൻ പറ്റുമോ? രണ്ടും പറ്റില്ല, രണ്ടും ആവശ്യമാണ്. ഇന്ന് സാധാരണ എന്താ ചെയ്യുക? ഉമ്മാനെ ഒരു വില ഉണ്ടാവില്ല, ഉപ്പാനെ. ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവും ഇന്നത്തെ സമൂഹം. അങ്ങനെയാണ് ഉണ്ടാകുക. ഭാര്യ എന്ത് ചെയ്യണം? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്ത് പറയും? ഈ ഉമ്മാനായിട്ട് സഹിക്കണില്ല, ഒന്നും പറയാൻ കഴിയണില്ല, അപ്പോൾ നമുക്കൊന്ന് മാറി താമസിക്കുക. അത്ര വലിയ ഗുരുതരമുള്ള വിഷയമാണ്. ആ ഉമ്മ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാണ്? എങ്ങനെ വളർത്തിയ മകനാണ്. ആ ഉപ്പ കേൾക്കുമ്പോൾ എത്ര പ്രയാസം ഉണ്ടാവും. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഉമ്മ കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയൊക്കെ. ഏറ്റവും വലുത് ഉമ്മയാണ്. ഉമ്മ പറയണം അവർ തലാക്കല്ലെന്ന് പറഞ്ഞാൽ ചൊല്ലേണ്ടി വരും. കാരണം ഉമ്മയും ഭാര്യയും മറ്റുള്ളവരൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കടപ്പാടുള്ളത് ആർക്കാണ്? പെണ്ണിനെ സംബന്ധിച്ചോളം ഭർത്താവിനോടാണ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ആ ആണിന് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ ആരോടാണ്? ഉമ്മാനോടാണ്, ഭാര്യയോടല്ല. ഉമ്മാൻ്റെ കഴിഞ്ഞേ ഉള്ളൂ ഭാര്യ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നബിയോട് എന്ത് ചെയ്യാണ്? വന്നിട്ട് ചോദിച്ചില്ലേ, പിന്നെ മൻ അഹഖുന്നാസി ബിഹുസ്നി സഹാബത്തി അല്ലെങ്കിൽ സ്വഹ്ബത്തി, ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർത്തിക്കേണ്ട ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ആരാണ്? നബി എന്താ പറഞ്ഞു? ഉമ്മയാണ്. വീണ്ടും ചോദിച്ചപ്പോഴും വീണ്ടും നിന്റെ ഉമ്മയാണ്, 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 തുമ്മ അബാക്, പിന്നെ ഉപ്പയാണ്. അത് കഴിഞ്ഞേ ഭാര്യയ്ക്കുള്ളൂ. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം ഉമ്മക്കാണ്. കാരണം എന്താ പറയുക? നിങ്ങൾ ഉമ്മാനെ ഒരു കാലത്തും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഭാര്യനെ തലാക്കിയല്ലേ അവർ അന്യായി. ഭാര്യയ്ക്ക് നമ്മൾ ഇന്ന് കിട്ടേണ്ടത് കിട്ടാതായാലും അവർക്ക് നമ്മൾ വെറുത്തു. നമ്മളെ ഒരു ഏറ്റവും വലിയ ശത്രു തന്നെ ആയി മാറും ചിലപ്പോൾ. പക്ഷെ ഉമ്മയാവൂല. എത്ര ആയാലും ഉമ്മ തന്നെയാണ്, വാപ്പ തന്നെയാണ്. അതാണ് വ്യത്യാസം. എന്ത് തന്നെ ആയാലും ഉമ്മ കാഫറാണെങ്കിൽ പോലും, ഉമ്മ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ പോലും ഉമ്മാനോട് നമുക്ക് കടപ്പാടുണ്ട്, ബാധ്യത ഉണ്ട്. ഉപ്പാനോട് അവരെ സംരക്ഷിക്കണം, ഭക്ഷണം കൊടുക്കണം, എല്ലാം ചെയ്യണം അവർക്ക്. ഭാര്യ കാഫറാണെങ്കിലോ ആ നിമിഷം കഴിഞ്ഞു, തലാക്കില്ല. ഭാര്യ നമുക്ക് കാഫറായ ഭാര്യനെ പറ്റില്ല. അതാണ് വ്യത്യാസം. ഉമ്മ എന്ന് പറയുന്ന ഒരു കാലത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ പിന്നെ ബാപ്പ ഒരിക്കൽ ഒരു സഹാബി അവൻ്റെ ഉമ്മാനെ എന്ത് ചെയ്യുന്നുണ്ട്? തോളിലിങ്ങനെ വെച്ചിട്ട് കാബനെ തവാഫ് ചെയ്യുക. തോളിലേറ്റിയിട്ട് ഉമ്മാനെ തോളിലേറ്റിട്ട് തവാഫ് ചെയ്യുക. നമ്മളാരെങ്കിലും അങ്ങനെ ഉമ്മാനെ തോളിൽ വെക്കാലും ഉമ്മാനെ എടുക്കുക ചെയ്യലുണ്ടോ? ഒക്കെ മടിയാണ്. ഇപ്പം എന്താവും? ഉമ്മാൻ്റെ നിന്ന് അകന്നിട്ടുണ്ടാവും. നമ്മൾ വലിയതായി, പിന്നെ തള്ള ആ ഉമ്മ ഒന്നും ഉണ്ടായിരുന്നു ഇടങ്ങക്ക് നിറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പം ഈ സഹാബി തോളിലിങ്ങനെ വെച്ചിട്ട് തവാഫ് ചെയ്യുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? പിന്നെ ഇതെൻ്റെ ഉമ്മയാണ്,
ഉമ്മനോടുള്ള കടമ ഞാൻ നിറവേറ്റിയിട്ടുണ്ടോ എന്നെന്ത് ചെയ്യാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇബ്നു ഉമറിനോട്. ഉമ്മാനെ അങ്ങനെയൊക്കെ ചെയ്യണില്ലേ? അപ്പം ഉമ്മാനോട് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യണില്ലേ? എനിക്ക് എല്ലാ ബാധ്യതകളും നിറവേറ്റിയിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു ഇല്ല, പോരാ. കാരണം ഉമ്മ നിനക്ക് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും നമ്മളെ പരിപാലിച്ചതും പ്രയാസപ്പെട്ടതും നോക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചൊന്നും ചെയ്യണില്ല. അത് നമുക്കറിയാം. എപ്പോഴുള്ളൂ നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ ഇതൊക്കെ ആവുമ്പോൾ അവരോടുള്ള സ്നേഹം ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത് മനസ്സിലാണ്. അതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കല്യാണം കഴിച്ചു. അദ്ദേഹം പറയാണ് കാനത്ത് തഹ്തി ഇംറഅത്തുൻ ഉഹിബ്ബുഹ. ഞാനൊരു കല്യാണം കഴിച്ചു, ഞാൻ അവളെ അല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇബ്നു ഉമർ പറ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ വലിയ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇബ്നു ഉമർ എന്ത് ചെയ്യും, എപ്പോഴും ഈ പുതിയണ്ണിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയായി, എപ്പോഴും ഭാര്യൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇത് പിന്നെ വാപ്പാക്ക് അത്ര ഇഷ്ടമായില്ല. ഇദ്ദേഹം പറയണ വക്കാൻ അബി യക്റഹുഹ, വാപ്പക്കത് വലിയ ഇഷ്ടമായില്ല. കാരണം എന്താ, വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു മകൻ്റെ പരലോകം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. കാരണം ഇങ്ങനെ ഭാര്യൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യും, മറ്റു ബാധ്യതകളും കടപ്പാടുകളും ഇതൊക്കെ എന്ത് ചെയ്യും, ഇല്ലാതെയാവും. അപ്പോൾ അവൻ്റെ പരലോകം നഷ്ടപ്പെടും എന്ന് പേടിച്ചിട്ട് വാപ്പ മകനോട് പറഞ്ഞു എന്ത്, തല്ലിക്കഹ, അവളെ തലാക്കല്ലിക്കളാറ്. എങ്ങനെ ഉണ്ടാവും? സ്വന്തം ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യനെ തലാക്കല്ലാനാ വാപ്പ പറയണത്. മകൻ പറഞ്ഞു ഞാൻ ചെല്ലൂലാറ്, ഞാൻ തലാക്കല്ലൂലാറ്. വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ വിഷയം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അന്വേഷിച്ചു. എന്നിട്ട് പറഞ്ഞു യാ അബ്ദല്ലാഹ് തല്ലിഖ് ഇംറാത്തക്, നിന്റെ ഭാര്യനെ നീ തലാക്ക് കൊല്ലണം. കാരണം ഉമ്മ തലാക്കെല്ലാം വാപ്പ തലാക്കെല്ലാം പറഞ്ഞാൽ ചൊല്ലണം. കാരണം വാപ്പ തലാക്കെല്ലാം പറയാൻ എപ്പോഴുള്ളൂ അങ്ങനത്തെ വാപ്പയായിരിക്കണം എന്നാണ്. എല്ലാ വാപ്പാരെയും പോലെയല്ല. ഉമർ റളിയല്ലാഹുവിനെ പോലത്തെ വാപ്പയാണെങ്കിലാണ് ആ തലാക്ക് എന്നാണ് പറഞ്ഞത് അനുസരിക്കേണ്ടത്. ഷെയ്ഖ് അൽബാനിയോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയോട് ഈ ഹദീസിനെക്കുറിച്ച്, വാപ്പ നമ്മളെ ഭാര്യനെ തലാക്കെല്ലാം പറഞ്ഞാൽ ഉടനെ ചൊല്ലണോ? അപ്പോൾ അൽബാനി പറഞ്ഞാൽ എന്താ അറിയും, ഉമർ റളിയല്ലാഹുവിനെ പോലത്തെ വാപ്പയും അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലത്തെ മകനും ആണെങ്കിൽ ചൊല്ലണം. കാരണം എന്താ, വാപ്പ മകൻ്റെ പരലോകത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആളാണ്, മകൻ്റെ സതുദ്ദേശമുള്ള ആളാണ്, മകനൊരു ഇടങ്ങേറുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മകനോടുള്ള അസൂയേട്ടോ മറ്റോ അല്ല. മകനോ വാപ്പാനെ അനുസരിക്കുന്ന മകനാണ്, എല്ലാ കാര്യത്തിലും ദീനിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന മുത്തബിയു സുന്നയാണ്. അങ്ങനെയുള്ള മക്കളാണ്. ദീനിന് വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം, വാപ്പ പറഞ്ഞ് അനുസരിക്കണം. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ മക്കൾ നമ്മുടെ അമാനത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നമ്മളെല്ലാവരും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ചുമതലയുള്ള ആളുകളാണ്. അത് കൃത്യമായിട്ട് നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റാതെ പരലോകത്ത് ചെല്ലുന്നവരാവും, നമുക്ക് വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ മക്കളുടെ സ്വർഗം നരകം ഇത് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കായിരിക്കുന്നുണ്ട് മാതാപിതാക്കൾക്കുണ്ട്. അവരെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ, നമ്മൾ ആ വ്യക്തിത്വം പടുത്തുയർത്തുന്നതിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാന കാര്യമുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കണം. അതേപോലെ തന്നെ നമ്മൾ പിന്നെ മറ്റ് ഒരു കാര്യങ്ങളാണ് എന്തേത്, നമ്മുടെ സ്വഭാവ പെരുമാറ്റത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട അറിയേണ്ട വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. ഏത് കാര്യത്തിൽ നിന്ന് എല്ലാ നന്മക്കും ഹൈറുള്ള ഒരു കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്യൽ. വിട്ടുവീഴ്ച ചെയ്യുന്നതോടുകൂടി നമുക്കെന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവും. ഒരിക്കൽ ഇമാം ഷാബിനെ കുറിച്ച് എന്ത് ചെയ്യാണ് ഒരാൾ ചീത്ത പറയാൻ. ഇമാം ഷാബി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് ഒരാൾ വളരെ മോശമായിട്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ എന്ത് ചെയ്യാണ്, അദ്ദേഹം കുറേ മൗനായിട്ടിരുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇൻകുന്ത സാദിഖൻ ഫീമാ ഖുൽത്, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ സത്യമാണെങ്കിൽ, ചീത്ത പറഞ്ഞപ്പോഴേ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ ഫഫറല്ലാഹു ലി, അള്ളാഹ് എനിക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ പറഞ്ഞ ഇന്ന ചീത്ത പറഞ്ഞ ഒരാളോട് നമ്മൾ പോയി പറയുന്നത്, നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ അള്ളാഹ് എനിക്ക് പുറത്തു തരട്ടെ. വൈകുന്ത കാദിബൻ ഫീമാ ഖുൽത്, നിങ്ങൾ പറഞ്ഞ കളവാണെങ്കിലോ നമ്മളെന്താ പറയാ, നിങ്ങൾ പറഞ്ഞ കളവാണെങ്കിൽ
അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇമാം ഷാഫി പറഞ്ഞു ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം നമുക്കുണ്ടാകും. എന്ത് തന്നെ ആര് നമ്മൾ വാഫു അമ്മൻ ലലമക്ക്, അക്രമം ചെയ്താൽ അവരോട് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ പള്ളിയിൽ മൂത്രയിച്ച ഒരു അറബിൻ്റെ ചരിത്രം നമുക്കറിയില്ല. എത്ര പാഠങ്ങളുണ്ട് അതിലൊക്കെ. നമുക്ക് ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വം പടുത്തുയർത്തുന്നതിലുള്ളതാണ്. ഒരു ഗ്രാമീണൻ വന്ന് പള്ളിയിൽ മൂത്രയിച്ചു. സഹാബാക്കളൊക്കെ അദ്ദേഹത്തെ വിരട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ മൂത്രയിക്കല്ലേ, വലിയ തെറ്റല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? ദഅു, വിടി അവനെ മൂത്രയിക്കട്ടെയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു ഒരു കുടം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അത് അവിടെ ഒഴിച്ചു. അയാൾ എന്ത് ചെയ്യാണ്, പിന്നീട് നിസ്കരിക്കാൻ നിന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ ഈ അറാബി എന്ത് ചെയ്യാണ്, നിസ്കാരത്തിൽ പറയാണ് അല്ലാഹുമ്മർഹംനി വർഹം മുഹമ്മദ വലാ തർഹം അനാ അഹദ. അള്ളാഹു എനിക്കും മുഹമ്മദിനും ഈ റഹ്മത്ത് ചെയ്യണേ, വേറെ ആർക്കും ഈ റഹ്മത്ത് ചെയ്യണ്ട. കാരണം അത്രയും ആളുകൾ എന്ത് ചെയ്യാണ് ഈ അറാബിനെ ചീത്തയെ പറഞ്ഞത്. നബി എന്താ പറഞ്ഞത്? അയാളെ നല്ല നിലക്ക് ഉപദേശിച്ചു. മൂത്രമൊഴിച്ചത് കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നഹാദിൽ മസാജി, പള്ളികൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനും അതേപോലെ ദിക്റുകൾ ഇതൊക്കെ ചെല്ലാനുള്ളതാണ്, ഇവിടെ ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും പറ്റൂല എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നല്ല നിലക്ക്. നബി ചീത്ത പറഞ്ഞില്ല, അയാളെ ആക്ഷേപിച്ചില്ല, അയാളെ വിമർശിച്ചില്ല, ഒന്നും ചെയ്തില്ല. നല്ല നിലക്ക് ഉപദേശിച്ചു. അയാളുടെ മനസ്സിൽ അന്ന് മുതൽ എന്ത് ചെയ്യാണ്, ഇസ്ലാം ഉണ്ടായി. കാരണം എന്താ? പ്രവാചകൻ്റെ ആ ഒരു പെരുമാറ്റം. ഇന്ന് മുസ്ലിങ്ങൾക്ക് അതല്ലാത്ത എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായി സോറി എന്ന് പറഞ്ഞാലും പറയും എന്താ സോറി, എല്ലാ തമ്മാടിത്തരം ചെയ്തിട്ട് പിന്നെ സോറിയോ എന്താ ചോദിക്കുക. അറിയാതെ പറ്റിപ്പോയതായിരിക്കും, എന്നാലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. വഅഫു അമ്മൻ ലലമക്, അക്രമം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ സംസാരിക്കരുത്. എത്ര തന്നെ ആണെങ്കിലും ഖുർആനിൽ 2 സ്ഥലത്ത് 2 സൂറത്ത് തുടങ്ങുന്ന വൈല് കൊണ്ടാണ് അല്ലേ? വൈലുല്ലി കുല്ലി ഹുമസത്തിൻ ലുമസ. വേറൊരു സൂറത്ത് വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ എന്ന് തുടങ്ങും. എന്താ ഈ 2 സൂറത്തിൻ്റെ പ്രത്യേകത? വൈൽ, നാശം, വൈലെന്ന് പറഞ്ഞ നരകം അതുണ്ട്. ആർക്ക്? ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. ആംഗ്യം കാണിച്ചുകൊണ്ടും കോഷ്ടി കാണിച്ചുകൊണ്ടൊക്കെ മറ്റുള്ളവരെ കുത്തിപ്പറഞ്ഞും അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവർ. ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ കണ്ടാൽ നമ്മളാകെ പറയാനുള്ളത് അയാൾക്ക് എങ്ങനെ മനസ്സ് വേദനിക്കുന്ന വർത്താനുണ്ടോ എന്ന് നോക്കുക അല്ലേ? നമ്മൾ പറയാൽ എന്താണ്, അയാളെ എന്താ ഇപ്പം ഷുഗറൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്നേ പറയാം. മാഷാ അല്ലാ എന്ന് ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പറയില്ല. അപ്പോൾ കുത്തിപ്പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആളുകളെ വേദനിപ്പിക്കുക. അവർക്ക് നാശം എന്നാണ് ഒന്ന്. അപ്പോൾ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിലുള്ള സംസാരം ഒരു മുഅ്മിന് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ എന്താ പറഞ്ഞ്, സാമ്പത്തിക വിശുദ്ധിയാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഇന്ന് നിറഞ്ഞ അന്യായങ്ങളും അക്രമങ്ങളും ചതിയും വഞ്ചനയും നിറഞ്ഞു കിടക്കുകയാണ് കച്ചവടത്തിൽ അല്ലേ? കച്ചവടത്തിൽ കൊടുക്കുമ്പോൾ ആളുകൾക്ക് പൂർണ്ണമായിട്ട് കൊടുക്കുക, വാങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് വാങ്ങുക, കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അതിൽ കുറച്ച് കൊടുക്കുക, അതിൽ ചതി നടത്തുക, വഞ്ചന നടത്തുക. എന്നാൽ അതന്നെയല്ലേ എല്ലാവരും. ആര് നഷ്ടപ്പെട്ടാലും എന്ത് പരാജയം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ലാഭം കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. സത്യസന്ധത എന്ന് പറഞ്ഞത് ഇല്ലാതായിട്ടുണ്ട്. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, അതോടൊപ്പം ഒരു കച്ചവടക്കാരനായിരുന്നു, തുണിക്കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തുണി കച്ചവടത്തിന് എന്ത് ചെയ്യാണ്, പിന്നെ സഹായിയായിട്ട് ഹഫ്സ് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹായി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കച്ചവടം ചെയ്യുമ്പോൾ തുണിയിൽ കുറച്ച് കേടുപാടുള്ള ഡാമേജുള്ള കുറച്ച് തുണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കച്ചവടം ചെയ്യുമ്പോൾ പറഞ്ഞു, വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡാമേജ് കുറവുകൾ എടുത്ത് പറയണം, ഇന്നെ ന്യൂനതകൾ ഇതിനുണ്ട്. അങ്ങനെ ഈ അദ്ദേഹത്തിന് ഹഫ്സ് ബിൻ അബ്ദുറഹ്മാൻ എന്ത് ചെയ്യാണ്, അബു ഹനീഫ റഹ്മഹുല്ല ഇല്ലാത്ത സമയത്താണ് വ്യാപാരം നടത്തുന്നത്. ആ നടത്തുന്ന സമയത്ത് ഒരാൾക്ക് എന്ത് ചെയ്യണം, കൊടുത്തു വിറ്റുപോയി. അബു ഹനീഫ റഹ്മഹുല്ല വന്നപ്പോൾ പറഞ്ഞു എല്ലാം കച്ചവടമൊക്കെ കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ അബു ഹനീഫ റഹ്മഹുല്ല പറഞ്ഞില്ലേ അതിൽ ഇന്നെ ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞില്ലേ ചോദിച്ചു. ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളാണെങ്കിൽ എന്താ പറയുക, നന്നായി, ഏതായാലും വിറ്റുപോയാലോ, എത്രയും കാശ് കിട്ടിയാലോ. ആ ഇമാം അബു ഹനീഫ റഹ്മഹുല്ല നമുക്ക് ആ അന്വേഷിച്ചു, ആരാണ് വാങ്ങിയതെന്ന് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല, ആളെ കിട്ടിയില്ല. അവസാനം മദ്യം എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കിട്ടിയ 30,000 ദിർഹം എന്നാണ് ചില ചരിത്രത്തിൽ വന്നത്. അത്രയും ദിർഹം ലാഭമായിട്ട് കിട്ടിയത് മുഴുവൻ, അതൊന്നും ഒരു നയാ പൈസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മുഴുവൻ ധർമ്മം ചെയ്തു എന്നാണ്. കാരണം എന്താ,
അന്യായമായിട്ട് ഒരു പൈസയും എൻ്റെ ജീവിതത്തിൽ വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, അയ്യുമാ ലഹ്മിൻ നബതത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമായിട്ട് ഏത് ശരീരം വളരുന്നുണ്ടോ അത് നരകത്തിലായിരിക്കുന്നു. അപ്പം നമ്മൾ അന്യൻ്റെ കട്ടെടുത്തിട്ടായാലും അപകരിച്ചെടുത്താലും ഏത് രീതിയിലായാലും കച്ചവടത്തിൽ വഞ്ചനയായിട്ട് കളവ് പറഞ്ഞിട്ട് ഏത് ജനങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ശരീരം, നമ്മളെ മക്കൾ വളർന്നിട്ടുണ്ടെങ്കിൽ, ഭാര്യ വളർന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളർന്നിട്ടൊക്കെ നരകത്തേക്കാണ് പോവുക. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൽ നിന്ന് കാണിക്കുന്ന അതാണ്. അതുപോലെ അദബ്, മര്യാദ എന്നില്ല. വലിയ ആളുകളോട് സംസാരിക്കുന്ന ആളുകളോട് പറയുമ്പോൾ വർത്താനം പറയും, എല്ലാത്തിലും നമുക്ക് അദബാണ് വേണ്ടത്, മര്യാദ വേണം. എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയാങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്ത് ചെയ്യാണ് പിന്നെ തഅല്ലമിൽ അദബ ഖബ്ലൽ ഇൽമ് എന്നാണ് എന്ത് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുള്ളത്. ബിൻ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹിൻ്റെ അടുക്കൽ, അതായത് പിന്നെ ഇമാം ഷാബിയോട് എന്നാണ് എൻ്റെ ഓർമ്മ, ഇമാം ഷാബിയോട് പറയാണ്, നിങ്ങൾ ഇൽമു പഠിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഇമാം മാലിക്കിനോടതായിട്ടും അബ്ദുല്ലാഹിബ്നു മുബാറക്കിനോടായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക്ക് എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇൽമു പഠിക്കാൻ പറഞ്ഞേക്കാണ് സുഫിയാൻ സൗരിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ സുഫിയാൻ സൗരിൻ്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഇൽമു പഠിക്കുന്നതിന് മുമ്പ് അദബ് പഠിക്കണം, ഇൽമു പഠിക്കുന്നതിന് മുമ്പ് നീ അദബ് പഠിക്കണം എന്നാണ് അദ്ദേഹത്തോട് ഉമ്മ പറഞ്ഞു കൊടുക്കണതെന്നാണ്. എന്നിട്ട് പറയാണ്, അദ്ദേഹം പറയുന്നത്, തലത്തുൽ അദബ സലാസീന സന, 30 കൊല്ലം ഞാൻ അദബ് പഠിച്ചു, 20 കൊല്ലം ഇൽമും പഠിച്ചു. കുറേ ഇൽമുണ്ടാകുക എന്നുള്ളതല്ല, ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഒരു പഠിച്ച് ജീവിതത്തിൽ ഒരു മര്യാദകൾ ഉണ്ടാകുക, ആ ഇൽമിനെ കുറിച്ചുള്ള മര്യാദ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, അതും ഉണ്ടാകുക. അതാണ് ഏറ്റവും വലുത്. അതൊരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിലെ ജീവിതത്തിലെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീരുന്ന വിഷയമല്ല. അത്രയും വിശാലമായിട്ട് കിടക്കുന്ന സ്വഭാവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ വരും. വിശ്വാസവും പെരുമാറ്റവും എല്ലാം അടങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തി, ഒരു ശരിയായ മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല, കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിച്ച അനുസരിച്ച് ജീവിക്കുക, അതാണ് ഒരു മുസ്ലിം എന്ന് പറയും. നമ്മൾ ചെയ്യുന്നത് ഖുർആനിലുള്ളതാണ്. പഠിക്കണത് ഒരു ഇൽമു പഠിക്കാൻ വേണ്ടി പഠിക്കലല്ല. അപ്പം മദ്രസയിലെ ബുക്കുകളൊക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കുട്ടികൾ ചെയ്യലുണ്ടോ? നിസ്കരിക്കുക, മദ്രസക്ക് വരുമ്പോൾ തട്ടിട്ട് വരുന്ന കുട്ടി സ്കൂൾക്ക് പറഞ്ഞയക്കുമ്പോൾ ഈ വാപ്പിയും എന്നെ എന്ത് ചെയ്യും, തട്ട ഊരിയിട്ടാ പറഞ്ഞയക്കുക. പിന്നെ എങ്ങനെ അവിടെ അദബുണ്ടാണ്, ഇസ്ലാം ഉണ്ടാണ്? എങ്ങനെ അവർ മദ്രസക്ക് പറഞ്ഞയക്കണം? ആ ഈമാനല്ല നമുക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ഉള്ളത്. വിരുന്ന് പോകുമ്പോഴുള്ള ഡ്രസ്സ്, നമ്മൾ വീട്ടിലുള്ള ആളുകളുടെ ഡ്രസ്സ് എങ്ങനെ, മരിച്ച വീട്ടിൽ പോകുമ്പോൾ വേറെ ഡ്രസ്സ്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേറൊന്ന്, പള്ളിയിൽ പോകുമ്പോൾ വേറൊന്ന്. എന്താ കാരണം? പടച്ചോൻ എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ. അപ്പം ആ ഒരു നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ വ്യക്തിത്വം നമുക്ക് പടുത്തുയർത്താൻ കഴിയും. പടച്ച റബ്ബ് അള്ളാഹുവിൻ്റെ ദീനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്താൻ ഒരു നല്ല യഥാർത്ഥ വ്യക്തിത്വമുള്ള മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തായോ? പടച്ച റബ്ബിന് നാളെ പരലോകത്ത് നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.